പരിശുദ്ധ മദ്ബഹായിലെയും ത്രോണോസിനോടും ചേർന്ന് നീക്കുവാൻ ഒരു കുഞ്ഞിനെ കൂടി ഈ മാതാവാകുന്ന ഇടവക നൽകുകയാണ്. ദൈവത്തിൻ്റെ കൃപയാണ് ഒരു ഇടവകയിൽ നിന്ന് ഒരു പുരോഹിതനായി ഒരു കുഞ്ഞ് മാറ്റപ്പെടുക എന്നത്. എല്ലാ ഇടവകകൾക്കും അത് ലഭ്യമാകുന്ന ഒരു കൃപയല്ല. സഹനങ്ങളുടെ മധ്യേ, ഞെരുക്കങ്ങളുടെയും വേദനകളുടെയും മധ്യേ ആ കുരിശിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുവാനും ആ ഇടവകയ്ക്ക് ഒരു നേതൃത്വമായി, ആശ്വാസമായി, തൻ്റെ ജീവിതാവസാനം വരെ ആ ഇടവകയോട് ചേർന്ന് വസിക്കുവാനും സാധിക്കുന്ന തരത്തിൽ ഒരു കുഞ്ഞിനെ രൂപപ്പെടുത്തുക എന്നത് ആ അമ്മയുടെ അനുഗ്രഹമാണ്. ഈ ഇടവക ഒരു അമ്മയാണ്. ആ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പലപ്പോഴും കുഞ്ഞുങ്ങൾ മദ്ബഹായിൽ കയറുമ്പോൾ ആ ഒരു ശുശ്രൂഷയുടെ അപ്പുറമായി പലപ്പോഴും പ്രതീക്ഷിക്കാറില്ല. എന്നാൽ ചില കുഞ്ഞുങ്ങളെ ദൈവം തമ്പുരാൻ പ്രത്യേകമായി വിളിച്ച് അവരെ ഓരോരുത്തരെയും ദൈവസന്നിധിയുടെ ഭാഗമാകുന്ന ഒരു കൃപ എപ്പോഴും അവരിലേക്ക് ചൊരിയുന്ന ഒരു സാഹചര്യം ഒരുക്കാറുണ്ട്. ആ സാഹചര്യത്തെ തിരിച്ചറിയുക എന്നത് ഓരോ ഇടവകയിലെയും പുരോഹിതന്മാരുടെ കർത്തവ്യമാണ്. ആ കർത്തവ്യമാണ് യഥാർത്ഥത്തിൽ ഇന്ന് എബ്രഹാം ഷമ്മാശനായി രൂപപ്പെടുവാനിടയാക്കുന്നത്. പ്രത്യേകിച്ച് ബേബിച്ചയുടെ കുടുംബം ഈ ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും ആദ്യോടന്തം ബന്ധപ്പെടുകയും തൻ്റെ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെ നടുവിൽ, അധ്വാനത്തിൻ്റെ നടുവിൽ കുഞ്ഞുങ്ങളെ ആ ദൈവാശ്രയത്തിൽ വളർത്തുവാനും സാധിച്ച ഒരു കുടുംബമാണ്. അതിൻ്റെ കൃപയാണ് ഇന്ന് ലബി ബ്രദറായിരുന്ന കുഞ്ഞ് എബ്രഹാം ഷമ്മാശനായി രൂപപ്പെടുന്നത്. ആ ദൈവാനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പഴയ നിയമത്തിൽ ഒന്ന് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ശമൂവേൽ ബാലിനോട് ബലിപീഠത്തിനോട് അടുത്ത് നിൽക്കുക, നീ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമെന്ന്. ഓരോ ഷമ്മാശിൻ്റെയും നിയോഗം എന്ന് പറയുന്നത് തന്നെയാണ്. ബലിപീഠത്തോട് അടുത്ത് നിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കുവാൻ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ അവന് സാധ്യമാകണം. ദൈവത്തിൻ്റെ ശബ്ദമെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ശബ്ദമാണ്. സ്നേഹത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവന് മാത്രമേ സ്നേഹത്തെ അവനിൽ നിന്ന് പുറത്തേക്ക് നൽകുവാനും സാധ്യമാകുകയുള്ളൂ. ഷമ്മാശിൻ്റെ പദവി എന്ന് പറഞ്ഞ ശുശ്രൂഷക്കാരൻ്റെ പദവിയാണ്. കർത്താവിൻ്റെ സന്നദ്ധിയിൽ ആ ബലിപീഠത്തിൽ ശുശ്രൂഷിക്കുക എന്നത് മാലാഹമാർക്ക് ചേരുന്ന നിയോഗമാണ്, വിളിയാണ്. ആ വിളിയാണ് യഥാർത്ഥത്തിൽ ഒരു ഷമ്മാശന് ലഭ്യമാകുന്നത്. ഷമ്മാശൻ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ അവൻ്റെ വിളിയിൽ അവൻ പൂർണ്ണനായി തീരുകയുള്ളൂ. പലപ്പോഴും ഷമ്മാശ പദവി ലഭിക്കുമ്പോൾ, പൗരോഹിത്യത്തിൻ്റെ ആദ്യപടിയിലേക്ക് കടക്കുമ്പോൾ കുരിശിൻ്റെ പടവിലേക്കാണ് കയറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർന്ന് നിൽക്കുവാനുള്ളതായ നിയോഗവും വിളിയും. 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ, ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക ഫലം കായ്ക്കുന്നതുമായ വൃക്ഷമെന്ന്. ഓരോ പുരോഹിതൻ്റെയും നിയോഗമെന്ന് പറയുന്നത് തന്നെയാണ്. ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക ഫലം കായ്ക്കുവാനുള്ള നിയോഗം. അത് പൂർത്തീകരിക്കണമെങ്കിൽ, സാധ്യമാകണമെങ്കിൽ കർത്താവിൻ്റെ കുരിശിനോട് ചേർന്ന്, കർത്താവിൻ്റെ നിയോഗ സഹനത്തോട് ചേർന്ന് അവൻ്റെ ജീവിതത്തെ കൂട്ടി വായിക്കുവാൻ സാധ്യമാകണം. പുരോഹിതന്മാരുടെ ജീവിതം എപ്പോഴും സഹനത്തിൻ്റെയും നൊമ്പരത്തിൻ്റെയും ജീവിതമാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ പലപ്പോഴും ഇത് വളരെ സുഖമുള്ള ജീവിതമായി തോന്നാം. എന്നാൽ ഉള്ളിൽ കത്തുന്ന കനലെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ കനലാണ്. ആ തിബരിയാസ് കടൽ തീരത്ത് വെച്ച് കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചതുപോലെ ആ ശബ്ദം കേൾക്കുവാൻ നിയോഗിക്കപ്പെടുന്നതാണ് ഓരോ പുരോഹിതൻ്റെയും നിയോഗമെന്ന് പറയുന്നത്. അപ്പോൾ മാത്രമേ
അവൻ ക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കുവാനിടയാകുകയുള്ളൂ. കുഞ്ഞുങ്ങളെ എന്ന് വിളി കേൾക്കണമെങ്കിൽ പൂർണ്ണമായി സമർപ്പണത്തിന് സാധ്യമാകണം. കർത്താവ് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ശിഷ്യന്മാർ പറയുകയാണ്, രാത്രി മുഴുവനും അധ്വാനിച്ചു, ഞങ്ങളുടെ കയ്യിൽ ഒന്നും ലഭിച്ചിട്ടില്ല. അപ്രകാരം പൂർണ്ണമായ സമർപ്പണം സാധ്യമാകുന്നവന് മാത്രമേ ആ കുഞ്ഞുങ്ങളെ എന്ന വിളിയും അത് ക്രിസ്തുവാണെന്നൊരു തിരിച്ചറിവും ഉണ്ടാവുകയുള്ളൂ. ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, അവന് ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഇടയാകണം. ജീവിതത്തെ പുതിയ അനുഭവങ്ങളിലേക്ക്, വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ ഇടയാകണം. രണ്ടാമത് അപ്പോസ്തല പ്രവർത്തികളിൽ പറയുന്നുണ്ട്, ആദ്യ ശമ്മാശന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ അവർക്കുണ്ടായ ഗുണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്, അവർ ജ്ഞാനികളായിരുന്നു. പരിശുദ്ധാത്മാവിനെ നിറയുന്നവന് ലഭ്യമാകുന്ന കൃപയാണ് ജ്ഞാനം. നന്മകളെയും തിന്മകളെയും തിരിച്ചറിയുവാൻ സാധിക്കുന്ന തരത്തിൽ വിവേചന ബുദ്ധിയുള്ള അനുഭവം. ഒരു ഇടവകയുടെ ശുശ്രൂഷയിലേക്ക് കടക്കുമ്പോൾ, അല്ലെങ്കിൽ മദ്ബഹായിലെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ, ഇടവക ജനത്തിൻ്റെ ശുശ്രൂഷക്കാരനാകുമ്പോൾ നന്മയെയും തിന്മയെയും തിരിച്ചറിയുവാൻ സാധ്യമാകണം. ലോകം പലപ്പോഴും പലതിനോടും സമരസപ്പെടുവാൻ താല്പര്യപ്പെടുമ്പോൾ ഒരു പുരോഹിതനെ സംബന്ധിച്ച് ക്രിസ്തുവിൻ്റെ വഴിയിലാണ് സമരസപ്പെടേണ്ടത്. എന്താണ് ക്രിസ്തുവിൻ്റെ വഴി? സ്നേഹത്തിൻ്റെ വഴിയാണ്, ആശ്വാസത്തിൻ്റെ വഴിയാണ്, കൃപയുടെ വഴിയാണ്. അവൻ്റെ അടുക്കൽ വരുന്നവൻ ഒരിക്കലും നിരാശനായി പുറത്തു പോകുവാൻ ഇടയാകരുത്. രണ്ടാമത്, കൃപയുള്ളവനായിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ കൃപയുള്ളവനായിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ കൃപ എന്ന് പറയുന്നത് നൽവരങ്ങളാണ്. സ്നേഹവും ക്ഷമയും തുടങ്ങി മനുഷ്യജീവിതത്തിലെ നൽവരങ്ങളുടെ ഉടമയാകണം ഓരോ പുരോഹിതനും. അവൻ്റെ അടുക്കൽ വരുന്നവനെ കേൾക്കുവാനും, അവൻ്റെ അടുക്കൽ വരുന്നവനെ ആശ്വസിപ്പിക്കുവാനും, അടുക്കൽ വരുന്നവനെ ക്ഷമിക്കുവാനും സാധ്യമാകണം. മൂന്നാമത്, അവൻ്റെ ജീവിതം സാക്ഷ്യമുള്ളവനായിരിക്കണം. ഓരോ പുരോഹിതനെയും കണ്ട് പൗരോഹിത്യത്തിലേക്കും സന്യാസത്തിലേക്കും ഒപ്പം തന്നെ ക്രിസ്തുവിലേക്ക് അടുക്കുവാൻ സാധിക്കുന്ന തരത്തിൽ സാക്ഷ്യമുള്ള ജീവിതമായിരിക്കണം പൗരോഹിത്യം എന്ന് പറയുന്നത്. ആ സാക്ഷ്യം, അതുകൊണ്ടാണ് കർത്താവ് പറയുന്നുണ്ടല്ലോ, നിങ്ങളെ ഞാൻ വിളിച്ചതാണ് എന്ന്. ആ സാക്ഷ്യത്തിലേക്കാണ് വിളിച്ചത്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെയാണ് തിരഞ്ഞെടുത്തത് എന്ന്. ആ സാക്ഷ്യത്തിലേക്ക് നയിക്കുവാൻ സാധ്യമാകണം. നാലാമത്, വിശ്വാസമുള്ളവനായിരിക്കും. ക്രിസ്തുവിലുള്ള വിശ്വാസമുള്ളവനായിരിക്കണം. എൻ്റെ പ്രയാസഘട്ടങ്ങളിൽ, എൻ്റെ ദുഃഖത്തിൻ്റെ നടുവിൽ ആ കുരിശിനോട് ചേർന്ന് ഒരുവനെ പോലും തമ്പുരാൻ അനാഥനാക്കി വിട്ടിട്ടില്ല. കർത്താവിൻ്റെ അമ്മയോടും പ്രിയ ശിഷ്യനോടും പറയുന്നുണ്ടല്ലോ, ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ പുത്രൻ. അനാഥനാക്കാത്ത ഒരു സ്നേഹനിധിയാണ് എൻ്റെ ക്രിസ്തുവിന് തിരിച്ചറിവും വിശ്വാസവും ഉണ്ടാകണം. അപ്രകാരം വിശ്വാസമുള്ളവനാണ് ശമ്മാസനായി രൂപപ്പെടുകയുള്ളൂ. പ്രിയമുള്ളവരെ, ലിബിയെ സംബന്ധിച്ച്, ബ്രദർ ലിബിയെ സംബന്ധിച്ച് ഇന്ന് അബ്രഹാം ശമ്മാസനായി രൂപപ്പെടുകയാണ്. ഈ നിയോഗവും വിളിയും കർത്താവ് അവന് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും, പ്രത്യേകിച്ച് ഞാൻ ഈ ചുമതല ഈ ഭദ്രാസനത്തിൻ്റെ ചുമതല ഏൽക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളായിരുന്നു അരമനയിലുണ്ടായിരുന്നത്, ലിബിയും ജോൺസ് ശമ്മാസനും. രണ്ട് കുഞ്ഞുങ്ങളും അത്രമാത്രം ആത്മാർത്ഥതയോടെയും പ്രാർത്ഥനയോടെയും അനുസരണയോടും കൂടിയാണ് ആ അരമനയിൽ ജീവിച്ചത്. വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കുഞ്ഞുങ്ങൾ രണ്ടുപേരുടെയും പഠനത്തിന് ശേഷം MA കഴിഞ്ഞു. അതിനുശേഷം സെമിനാരിയിൽ പഠിക്കുവാൻ പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ വളരെയധികം ശ്രേഷ്ഠമായ അനുഭവങ്ങൾ പങ്കിടുവാൻ സാധിച്ചിട്ടുണ്ട്. സെമിനാരിൽ ലഭിച്ചതായ റിപ്പോർട്ടുകൾ ഈ രണ്ട് കുഞ്ഞുങ്ങളെക്കുറിച്ചും വളരെ അനുഗ്രഹീതമായ റിപ്പോർട്ടുകളാണ്. അതെൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്നത് പ്രത്യേകം സ്മരിക്കുന്നു. മലബാറിൻ്റെ മക്കളെല്ലാവരും പുറകോട്ടില്ല. അവരൊക്കെയും അനുഗ്രഹീതമായ ശുശ്രൂഷകളും അനുസരണമുള്ളവരും വിശ്വാസമുള്ളവരും തീഷ്ണതയുള്ളവരുമാണ് എന്ന് സെമിനാരിയിൽ നിന്ന് ഉള്ള റിപ്പോർട്ട്. അത് വലിയ അനുഗ്രഹമാണ്, അഭിമാനമാണ്. അതെന്നും തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ബേബിച്ചേട്ടനും കുടുംബവും ഈ ഇടവകയെ സംബന്ധിച്ച് വളരെയധികം ആത്മീയമായ എല്ലാ കാര്യങ്ങളിലും പങ്കാളിത്തം നൽകുന്നതായ കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ എല്ലാ മേഖലകളിലുള്ള അധ്വാനങ്ങളും, ആ അധ്വാനങ്ങൾ ദേവാലയത്തോട് ചേർന്നുള്ള അധ്വാനങ്ങളാണ്.
ഇതെന്നും അനുഗ്രഹത്തിൻ്റെതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് എല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.